بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. خلاصة الفقه الإسلامي രണ്ടാം വാള്യം. ജനായിസുൽ കുഫാരി, കാഫിറുകളുടെ ജനാസകൾ. അയ്യാദത്തുൽ കാഫിരി ദിമ്മിയി, ദിമ്മിയായ അമുസ്ലിമിനെ സന്ദർശിക്കൽ സുന്നത്തുൻ, ആ രോഗസന്ദർശനം സുന്നത്താണ്. ഇൻ റജ ഇസ്ലാമഹു, അവൻ മുസ്ലിമാകുമെന്ന് ആഗ്രഹിച്ചാൽ. ഔ കാന നഹ്വ ഖരീബിൻ ലഹു, അതല്ലെങ്കിൽ അവന്റെ കുടുംബം പോലോത്തവരാണെങ്കിൽ സുന്നത്താണ്. വയില്ല, അങ്ങനെ ഒരു കാരണമൊന്നുമില്ല, കുടുംബവുമല്ല, ഓ മുസ്ലിമാകുമെന്ന് ആഗ്രഹവും ഇല്ലെങ്കിൽ ഫജായിസത്തുൻ, ആ സന്ദർശനം ജായിസാണ്, അനുവദനീയമാണ്, വിലക്കപ്പെട്ടതല്ല. വയദുഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യാം. ബിശ്ശിഫാ, ഈ രോഗശമനത്തിന് വേണ്ടി. മാലം യകുൻ ഫീ ഹയാതിഹി, അവന്റെ ജീവിതകാലത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ലററുൽ ലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവമൊന്നും ഉണ്ടാവാത്ത കാലത്തോളം അവന്റെ രോഗത്തിന് വേണ്ടി ശിഫ കൊണ്ട് ദുആ ചെയ്യാം. വയുലഖനുൽ കാഫിറു അൽ മുഹ്തളറു, മരണാസന്നനായ അമുസ്ലിമിന് ചൊല്ലിക്കൊടുക്കപ്പെടാം അഷ്ഷഹാദത്തൈനി, രണ്ട് ഷഹാദത്ത്. വുജൂബൻ, നിർബന്ധമായും ചൊല്ലിക്കൊടുക്കണം. ഇൻ റുജിയ ഇസ്ലാമുഹു, അവന്റെ ഇസ്ലാം ആഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ. വയില്ല, അങ്ങനൊരു ആഗ്രഹമില്ലെങ്കിൽ ഫനദ്ബൻ, ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. യജൂസു, ജായിസാകും. ഗസ്ലുൽ കാഫിരി, കാഫിറിന്റെ മൃതശരീരത്തെ കുളിപ്പിക്കൽ ജായിസാണ്, അനുവദനീയമാണ്. മുത്തലഖൻ, നിരുപാധികം ജായിസാണ്. ഹർബിയായ കാഫിറാവട്ടെ, മുർത്തദ്ദാവട്ടെ, അല്ലാത്തവനാവട്ടെ. വയഹറുമു സ്വലാത്തു അലൈഹി, കാഫിറിന്റെ മേൽ നിസ്കരിക്കൽ ഹറാമാണ്. കദാലിക, അതും നിരുപാധികം. ഏത് രൂപത്തിലുള്ള കാഫിറാണെങ്കിലും നിസ്കാരം ഹറാമാണ്. വ അമ്മ തക്ഫീനു വദ്ദഫനു, കഫൻ ചെയ്യലും വദ്ദഫനു, മറവ് ചെയ്യലും. ഫൈന്നമാ യജിബാനി, അത് രണ്ടും നിർബന്ധമാണ്. ഫി ഗൈരിൽ ഹർബിയ്യി വൽ മുർത്തദ്ദി, ഹർബിയും മുർത്തദ്ദും അല്ലാത്ത കാഫിറിൽ നിർബന്ധമാണ്. ഹർബി എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളുമായിട്ട് കടുത്ത ശത്രുതയിൽ നിലനിൽക്കുന്നവൻ. മുർത്തദ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവൻ. ഈ രണ്ട് വിഭാഗം കാഫിറുകൾ അല്ലാത്തവരിൽ തക്ഫീനും ദഫനും നിർബന്ധമാണ്. വലോ ഉജിദ ജുസ്ഉം മിൻ ജുസ്സതിഹി, കാഫിറിന്റെ മൃതശരീരത്തിൽ നിന്ന് ഒരു ഭാഗം ലഭിച്ചാൽ വജബ സതുറുഹു, അതിനെ മറക്കലും, തുണിക്കഷ്ണം കൊണ്ട് മറച്ച് വദഫ്നുഹു, അതിനെ മറവ് ചെയ്യൽ നിർബന്ധമാണ്. വയഹറുമു, ഹറാമാണ്. ഇത്തിബാഉ ജനാസത്തി കാഫിരിൻ, കാഫിറായ ജനാസയെ അനുഗമിക്കൽ, കാഫിറിന്റെ ജനാസയെ അനുഗമിക്കലും. വ സിയാറത്തു ഖബരിഹി, അവന്റെ ഖബർ സന്ദർശിക്കലും ഹറാമാണ്. ഇല്ലാ ഇദാ റജ ഇസ്ലാമ ഗൈരിഹി, ആ ഇത്തിബാഅ് കൊണ്ടും ആ സന്ദർശനം കൊണ്ടും വേറൊരാള് മുസ്ലിമാകുമെന്ന് ആഗ്രഹിച്ചാൽ ഒഴിച്ച്. ഔ കാന ഖരീബഹു, അല്ലെങ്കിൽ ആ ജനാസ കാഫിർ അവന്റെ കുടുംബമായാൽ ഒഴിച്ച്. ഔ സൗജഹു, അല്ലെങ്കിൽ അവന്റെ ഭാര്യ ആയാൽ ഒഴിച്ച്. അതായത് അവൻ മുസ്ലിമായതാണ്, അവന്റെ ഭാര്യ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. മുസ്ലിമായ ഉടനെ അവൻ മരിച്ചു പോവുകയും ചെയ്തു, ഭാര്യ മരിക്കുകയും ചെയ്തു. അവൻ മുസ്ലിമായ ഉടനെ ഭാര്യ മരിക്കുകയും ചെയ്തു. എന്നാൽ അനുഗമിക്കൽ ഹറാമില്ല. വലാ യജൂസു സലാമു അലൈഹി, കാഫിറിന്റെ മേൽ സലാം ചൊല്ലൽ ജായിസല്ല. വല ദുആഉ ലഹു, സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ
അസ്സലാമു അലൈക്കും ദാറഖൗമിൻ മുഅ്മിനീൻ എന്ന് പറയുന്നത് പോലെ കാഫിറിന് ഏതെങ്കിലും നിലക്ക് അനുഗമിക്കേണ്ടി വന്നാൽ സലാം പറയലൊന്നും ജായിസല്ല, അവന് വേണ്ടി ദുആ ചെയ്യലും ജായിസല്ല. ബിൽ മഗ്ഫിറത്തി, മഗ്ഫിറത്ത് കൊണ്ട് ദ്വാരക്കാൻ പാടില്ല, അള്ളാഹുവെ പുറത്തു കൊടുക്കണേന്ന് ദ്വാരക്കരുത്. വലാ യുക്റഹുൽ വത്ഉ അലാ ഖബരിഹി, കാഫിറിന്റെ ഖബറിൽ ചവിട്ടൽ കറാഹത്തില്ല, എങ്കിലും ലാകിൻ യംബഗി ഇജ്തിനാബുഹു, ആ ചവിട്ടൽ ഒഴിവാക്കലാണ് അനിവാര്യമാണ്. ഫി ദിമ്മി, ദിമ്മിയായ കാഫിറിൽ. ലിയല്ലാ യതഅദ്ദാ ബിഹി അസ്ഹാബുഹു, ആ ദിമ്മിയായ കാഫിറിന്റെ അനുയായികൾ ഈ ചവിട്ടൽ കൊണ്ട് അവന് പ്രയാസം അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി. വയുസന്നു, സുന്നത്താക്കപ്പെടും. തഅസിയത്തുൽ മുസ്ലിമി, ഒരു മുസ്ലിമിന് തഅസിയത്ത് ചെയ്യൽ സുന്നത്താണ്. ബിദ്ദിമ്മിയി, ദിമ്മിയായ കാഫിറിനെ ആശ്വാസപ്പെടുത്തൽ സുന്നത്താണ്. വദ്ദിമ്മിയി ബിൽ മുസ്ലിമി, അതുപോലെ അഥവാ ഒരു ദിമ്മിയായ കാഫിറായ അടുത്ത കുടുംബമാണ് മരണപ്പെട്ടത്, എന്നാൽ ആ കാഫിറിന്റെ കുടുംബക്കാരനായ മുസ്ലിമിനെ സമാധാനപ്പെടുത്തൽ സുന്നത്താണ്. അതുപോലെ ദിമ്മിയി, ദിമ്മിയായ കാഫിറിനെയും സാന്ത്വനപ്പെടുത്തൽ സുന്നത്താണ്. ബിൽ മുസ്ലിമി, അവന്റെ കുടുംബക്കാരനായ ഒരു മുസ്ലിം മരണപ്പെട്ടതുകൊണ്ട്. അപ്പോ എന്താണ് അവനോട് ചൊല്ലേണ്ടത്, പറയേണ്ടത് എന്ന് താഴെ ടിപ്പണിയിലുണ്ട്. വകദാ തഅസിയതുഹു ബിദ്ദിമ്മിയി, അതുപോലെ ഒരു മുസ്ലിമിനെ തഅസിയത്ത് ചെയ്യൽ സുന്നത്താണ്. ബിദ്ദിമ്മിയി, ദിമ്മിയായ അവന്റെ കുടുംബക്കാരനായ കാഫിർ മരിച്ച കാരണമായിട്ട് മുസ്ലിമിന് തഅസിയത്ത് ചെയ്യൽ സുന്നത്താണ്. ഇൻകാന നഹ്വ ഖരീബിൻ ലഹു, ഇവൻ അവന്റെ അടുത്ത കുടുംബക്കാരൻ പോലത്തെ ബന്ധങ്ങളുണ്ടെങ്കിൽ അത് സുന്നത്താണ്. വ ഇല്ല, അങ്ങനെ ഖരീബൊന്നുമല്ല എങ്കിൽ ഫമുബാഹുൻ, ആ തഅസിയത്ത് മുബാഹാണ്, ഹലാലാണ്, വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. വതുക്റഹു, കറാഹത്താക്കപ്പെടും. തഅസിയത്തുൽ ഹർബിയി, ഹർബിയായ കാഫിറിനെ സമാധാനിപ്പിക്കൽ തഅസിയത്ത് ചെയ്യൽ കറാഹത്താണ്. ഇല്ലാ ഇദാ റുജിയ ഇസ്ലാമുഹു, അവന്റെ ഇസ്ലാം ആഗ്രഹിക്കപ്പെട്ടാൽ ഒഴിച്ച്. അങ്ങനെ ആഗ്രഹിക്കപ്പെടുകയാണെങ്കിൽ ഫതുസന്നു, ആ തഅസിയത്ത് സുന്നത്താക്കപ്പെടുകയും ചെയ്യും. കറാഹത്തിന്റെ മുമ്പ് പറഞ്ഞ രൂപം വകദാ തഅസിയതുഹു, ദിമ്മിയായ കാഫിറിനെ തന്നെ തഅസിയത്ത് ചെയ്യൽ സുന്നത്താണ്. ബിദ്ദിമ്മിയി, വേറൊരു ദിമ്മിയി മരണപ്പെട്ടത് കാരണമായിട്ട് ദിമ്മിയായ കാഫിറിനെയും തഅസിയത്ത് ചെയ്യാം. അതെപ്പോൾ ഈ ദിമ്മിയായ കാഫിർ ഈ മുസ്ലിമിന്റെ ഖരീബ് പോലത്തവനാണെങ്കിലാണ് ആ ദിമ്മിയി കാരണം തഅസിയത്ത് സുന്നത്താകുന്നത്. അങ്ങനെ ഖരീബൊന്നും അല്ല എങ്കിൽ അത് ഹലാലുമാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.